ഹലോ. അപ്പോൾ ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി. അടുത്ത ട്രിപ്പ് തുടങ്ങാനായിട്ടേ ഞാനും ജോഷിയുണ്ട്. ചെക്ക് ഇൻ കൗണ്ടർ തുടങ്ങിയിട്ടില്ല, അത് കാരണം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഓപ്പൺ ആവണുള്ളൂ. അപ്പോൾ നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ലോഞ്ചിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഗേറ്റ് നമ്പർ 3 വെയിറ്റ് ചെയ്യുന്നു. ഫ്ലൈറ്റ് ടൈം 2:40, പക്ഷെ കുറച്ചും കൂടി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. 30-40 മിനിറ്റ്സ് ലേറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ വെയിറ്റിംഗ് ഏരിയ ഒന്ന് കാണാം. ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് കുറേ നേരമായി ആയിരുന്നു. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ വന്നു, 10:30 മണിക്ക് എത്തി. പക്ഷേ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ്. രാവിലെ 9:30 അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി അർമാദങ്ങളൊക്കെ എല്ലാം വഴിയെ കാണിക്കാം. ഓക്കെ. ലോഞ്ചിൽ കയറി നല്ലൊരു ഫുഡ് അടിച്ചിട്ടേ നല്ല ഹെവി ആയിട്ടിരിക്കുകയാണ്. ഡൈജഷനൊന്നും നടക്കുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ആപ്പറ്റൈസറൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. പക്ഷെ ജോഷി, നമുക്ക് ഫ്ലൈറ്റ് ഏതാ ഗേറ്റ് നമ്പർ? 5. ഓക്കെ. ടൈമോ 2 മണി. 2 മണി. 2 മണി വരെ സമയമുണ്ട്. 1 മണിയായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിൽ ഇറങ്ങി ബാഗേജൊക്കെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ വിസയൊന്നും വേണ്ടാത്തതുകൊണ്ടേ വളരെ ഈസിയാണ്. ഡിസംബർ ലാസ്റ്റ് വരെ വിസ വേണ്ടല്ലോ. അപ്പം അത് കാരണം നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം. പെട്ടെന്ന് ബാഗേജൊക്കെ കിട്ടി. യാത്രയൊക്കെ സുഖമായിരുന്നു. സ്റ്റാർട്ടിങ് അല്പം ലേറ്റ് ആയെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ ലാൻഡ് ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ ബാഗേജൊക്കെ എടുത്തിട്ട് അടുത്ത ട്രാൻസ്ഫറിനായിട്ട് വെയിറ്റ് ചെയ്യണം. ഞാനും ഉണ്ട്, ജോഷിൻ്റെ കൂടെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും അങ്ങനെ ബാഗേജൊക്കെ എടുത്തിട്ടേ അടുത്ത പോയിന്റിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് നീങ്ങാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ വളരെ സേഫായിട്ട് ഓൺ ടൈം ലാൻഡ് ചെയ്തു. ഞങ്ങളുടെ ഗൈഡ് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ബാങ്കോക്ക് എയർപോർട്ടിലെ ദൃശ്യങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള ടീം. ഞങ്ങളുടെ ഗൈഡ് ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. എന്താ പേര് പറയും? ഷഫീർ. ഓക്കെ. വെയിറ്റിംഗ് ആണ്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്കിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങാനാണ്. ഗോൾഡൻ ടെമ്പിളും ഗോൾഡൻ ബുദ്ധ, മാർബിൾ ബുദ്ധ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ റോയൽ സൂട്ടിൽ നിന്നുള്ളൊരു ചെറിയ ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നൈസ് വ്യൂ, അടിപൊളിയാണ്. ജോഷിയാണ് ക്യാമറമാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വളരെ എനർജറ്റിക് ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങളെ മറ്റ് ദൃശ്യങ്ങൾ കാണിക്കാനായിട്ട് കൂടെ പോരാ. ഓക്കെ. ജോഷി എന്തോ വാങ്ങിക്കാനായിട്ട് 7-Eleven വരെ പോകാൻ ഇറങ്ങിയത്. ആ സമയത്ത് നമ്മുടെ ഐരാവതം നമുക്കിന്ന് പോകാനുള്ള ബസ്സാണ് കാണുന്നത്. നമ്മുടെ സൈറ്റ് സീയിങ് ട്രിപ്പ് ഈ ബസ്സിലാണ്. നല്ല വ്യൂസൊക്കെയാണ്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് റിസോർട്ടിലേക്ക് വന്നത് ഈ ബസ്സിലാണ്. ബാങ്കോക്കിലെ റോയൽ സൂട്ട് റിസോർട്ടിൻ്റെ ഒരു വ്യൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിരുന്നു, കുഴപ്പമില്ല. കൂടുതൽ പ്രശ്നം ജെൻസിനോട് ഇന്നും അവർ നോക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. ലേഡീസിനാണെങ്കിൽ ഇതിനും സ്ലീവ്ലെസ്സും ഷോർട്ട്സും ഒക്കെ പ്രശ്നം വരുന്നത്.
അങ്ങനെ നമ്മൾ ഗോൾഡൻ ബുദ്ധ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം ഒന്ന് കാണാം. ഇവിടെ നമുക്ക് അരമണിക്കൂർ നേരം കൊണ്ട് കണ്ടിട്ട് മടങ്ങണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഗോൾഡൻ ബുദ്ധ ടെമ്പിളാണിത്, ബാങ്കോക്കിലെ ഗോൾഡൻ ബുദ്ധ. ഇത് ഒറ്റ മാർബിൾ കൊണ്ട് നിർമ്മിച്ചു എന്നാണ് പറഞ്ഞത്. ഇറ്റാലിയൻ മാർബിളാണ് അത്ര മുഴുവൻ. ഉള്ളിലുള്ള ടൈൽസും എല്ലാം ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ കാണുന്ന ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യമാണ്. പുറകിൽ കാണുന്നതാണ് ഗോൾഡൻ ബുദ്ധ. അങ്ങനെ ഗോൾഡൻ ബുദ്ധ കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ ജോഷി. ഗോൾഡൻ ബുദ്ധ അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ബുദ്ധ ബാങ്കോക്കിൽ. വരുമ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ്, ഫീലിംഗ് ഗുഡ്. 5.5 ടണ്ണ് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗോൾഡൻ ബുദ്ധയുടെ പ്രതിമയാണ് ഈ കാണുന്നത്, ബാങ്കോക്ക്. രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കണ്ടീഷനായിട്ട് വന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്കിവിടെ ബാങ്കോക്കിൽ താമസിച്ച് റോയൽ സ്യൂട്ട്സ് എന്നുള്ളൊരു വ്യൂ കാണാം. സിറ്റിയിൽ തന്നെ ഹോട്ടൽ, നല്ല ക്ലീൻ, നല്ല അടിപൊളി. ഹാപ്പി ആയിരുന്നു എല്ലാവരും. ബാങ്കോക്ക് സിറ്റിയുടെ ഒരു ദൃശ്യമാണ് കാണുന്നത്. ഞങ്ങൾ 8th ഫ്ലോറിലാണ് റോയൽ സ്യൂട്ട്സിൻ്റെ. രാവിലെ ഞങ്ങൾ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു.